ഏപ്രിൽ 22 ഈസ്റ്ററിൻ്റെ 4-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 10-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങൾ. പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകൻ ബ്ലെസ്സി രചിച്ച സംവിധാനം ചെയ്ത ഒരു പുതിയ മലയാള ചലച്ചിത്രമാണ് ആടുജീവിതം. 2008 ബെന്യാമിൻ രചിച്ച ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ മലയാളം നോവലായ ആടുജീവിതത്തിൻ്റെ ആവിഷ്കരണമാണിത്. സൗദി അറേബ്യയിൽ ഒറ്റപ്പെട്ട് ആടുകളെ മേയ്ക്കുന്നവരായി അടിമത്തത്തിലേക്ക് നിർബന്ധിതരായ ആയിരക്കണക്കിന് ഇന്ത്യക്കാരിൽ ഒരാളായ നജീബിൻ്റെ യഥാർത്ഥ ജീവിത കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ നോവൽ. തദ്ദേശീയരായ അറബികളുടെ മരുഭൂമിയിലെ കൃഷിയിടങ്ങളിലാണ് ഈ ആടുകളെ നോക്കി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തന്നെ ഒരു ഇടയനായി ചിത്രീകരിക്കുന്നത് കാണാം. തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ആടുകൾക്കൊപ്പം ചിലവഴിക്കുന്ന വ്യക്തിയാണ് ഒരു ഇടയൻ. ആടുകളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. ആടുകൾക്ക് കുടിക്കാൻ ആവശ്യത്തിന് വെള്ളവും തിന്നാൻ പുല്ലുമുണ്ടെന്ന് ഇടയൻ ഉറപ്പുവരുത്തണം. ചെന്നായ്ക്കളിൽ നിന്നും മറ്റു വേട്ടക്കാരിൽ നിന്നും അവൻ ആടുകളെ സംരക്ഷിക്കുകയും വേണം. സാധാരണയായി ഇടയൻ തൻ്റെ ആടുകളുമായി വളരെ ശക്തമായ ബന്ധം പുലർത്തിയിരുന്നു. അവൻ അവരുടെ ഉത്തരവാദിത്വം മാത്രമല്ല, തൻ്റെ ആടുകളെ യഥാർത്ഥമായി പരിപാലിക്കുകയും ഒരുപക്ഷെ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആടുകൾ ഇടയൻ്റെ കുടുംബാംഗങ്ങളായി മാറുന്നു. അവർ അവൻ്റെ സ്ഥിരം കൂട്ടാളികളായിരിക്കുന്നു. ആടുകൾ അവരുടെ ഇടയൻ്റെ ശബ്ദം മാത്രം അനുസരിക്കും. അവ മറ്റൊരാളെ പിന്തുടരില്ല. ഇടയനും ആടും തമ്മിലുള്ള ബന്ധം വളരെ ശക്തവും യഥാർത്ഥവുമായിരുന്നു. യേശു നമ്മുടെ ഇടയനാണ്. എന്തു വന്നാലും യേശു നമ്മോടൊപ്പമുണ്ട്. നമ്മെ പരിപാലിക്കുന്നതിനും നമ്മെ നയിക്കുന്നതിനും അവൻ പ്രതിജ്ഞാബദ്ധനാണ്. നാം വഴിതെറ്റിപ്പോവുകയും ഭയപ്പെടുകയും ചെയ്യുമ്പോൾ യേശു വന്ന് നമ്മെ കണ്ടെത്തുന്നു. നമ്മെ കണ്ടെത്തുന്നതുവരെ യേശു നമ്മെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ആടുകൾക്ക് അവരുടെ ഇടയനുമായുള്ള അതേ ശക്തമായ ബന്ധം നമുക്ക് യേശുവുമായി ഉണ്ടോ? യേശു നമ്മെ വിളിക്കുമ്പോൾ നാം അവൻ്റെ ശബ്ദം തിരിച്ചറിയുന്നുണ്ടോ? എന്ത് വില കൊടുത്തും യേശു നമ്മെ സംരക്ഷിക്കുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് യേശുവാണ് രക്ഷയിലേക്കും സംതൃപ്തമായ ജീവിതത്തിലേക്കുമുള്ള ഏക വഴി എന്നാണ്. നാം പ്രവേശിക്കേണ്ട കവാടം അവനാണ്. അവൻ്റെ അനുയായികൾ എന്ന നിലയിൽ നമുക്ക് അവനെ വിശ്വസിക്കാനും പിന്തുടരാനും സാധിക്കണം. നമ്മുടെ അഗാധമായ രഹസ്യങ്ങളും ഹൃദയത്തിനുള്ളിൽ എന്താണെന്നും യേശുവിനറിയാം. നാം അവനെ മുറുകെ പിടിച്ചാൽ ഈ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന സന്തോഷം യേശു നമുക്ക് നൽകും. ഇതിനായി അവൻ എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ ഇത്ര ആഴത്തിൽ സ്നേഹിക്കുന്ന യേശുവിനോട് നന്ദി പറയാൻ ഇന്ന് നമുക്ക് അല്പസമയം നീക്കിവയ്ക്കാം. യേശുവിൻ്റെ ആർദ്രമായ പരിചരണത്തിനും സംരക്ഷണത്തിനും നമുക്ക് നന്ദി പറയാം. യേശു നമ്മുടെ ഇടയനാണ്. നമുക്ക് എപ്പോഴും അവനെ ആശ്രയിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from
കേരള.